ഇത് തുടങ്ങിയിട്ടില്ലേ? 25 വർഷത്തോളമായി. അതുകൊണ്ട് തന്നെയാണ് എന്റെ ജീവിതം. സ്വയം നയിക്കാൻ തയ്യാറാവണം. സ്വയം നയിക്കാൻ തയ്യാറാവണം. ഒരിക്കലും വെച്ചിട്ടൊന്നും എളുപ്പമല്ല. പിന്നെ എനിക്ക് ഈ അസുഖം കാരണം ഒരാളെ ഞാൻ കറക്കാൻ രാവിലെ ബ്ലോക്കിന്റെ അസുഖം ഉണ്ടാവും. അത് കാരണം രാവിലെ ഒരാൾ ഒരു ഉച്ചയ്ക്ക് തന്നെ കറക്കൂലേ. 2 നേരം കഴുകും. വേനൽക്കാലാകുമ്പോ 3 നേരം കഴുകും. നമ്മളെ നോട്ടം പോലെയാണ് ഇതിന്റെ സുരക്ഷിതം. കുഴപ്പമൊന്നുമില്ല. അവനാ സ്വയം നയിക്കുകയാണെങ്കിൽ സുഖമായി ജീവിച്ചു പോവാല്ലേ. വേറെ ചിലപ്പോ തിരിയാനുള്ള നേരം കിട്ടില്ല. നമ്മളേതായ തൊഴിൽ കുടുംബത്തിൽ ജീവിക്കുന്നവർക്കാണെങ്കിൽ സുഖമായിട്ട് പോവാം. മറ്റുള്ള ചുറ്റുപാടൊന്നും പാടില്ല. ഇപ്പൊ ചാണകം എങ്ങനെയാ കൊടുക്കല്? ഞാന് വർഷക്കാലത്തൊക്കെ പച്ചയില് കൊടുക്കും. ഇത് ഇപ്പോൾ അടുത്തുള്ള വീട്ടുകാർക്കൊക്കെ വേനൽക്കാലത്തൊക്കെ ഉണക്കിയിട്ട് ചാക്കാക്കി കൊടുക്കും. ചാക്ക് 200 രൂപ ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ കൊണ്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ 250 രൂപ വീട്ടുകൾ കൊണ്ടുപോകും. സാധനം തേയണില്ല. അപ്പൊ തേങ്ങ വില ഉള്ളതന്നെ. പുല്ലരിയലുണ്ടാ? പുല്ലൊരു നേരം പുല്ലിന് പോകൂലേ. 6 ആളുണ്ട് കറവക്കാര്. ഇപ്പൊ ഏകദേശം എത്ര ലിറ്റർ കിട്ടണ ഏകദേശം ഉണ്ട്? എനിക്ക് 15 ലിറ്റർ കിട്ടുന്നുണ്ട്, 12 ലിറ്റർ കിട്ടുന്നുണ്ട്. ഏവറേജ് 10-12 ഉണ്ടാവും. ഇപ്പൊ 3 ആള് ചെന കുത്തിച്ചിട്ട് ഇപ്പൊ പാല് ലേശം കുറവ് വന്നിട്ടുണ്ട്. 4 പശുക്കുട്ടികളും ഉണ്ട്. പ്രസവിച്ചൊക്കെ പശുക്കുട്ടികളാണ്. ജേഴ്സി സുനന്ദിനി എച്ചപ്പില്ല. പാല് തന്നോ നല്ല കട്ടിയുള്ള പാല്. എച്ചപ്പാകുമ്പോ പാല് അളവ് കൂടും, കട്ടി കുറയും, രോഗങ്ങളും കൂടും. ഇതാകുമ്പോ രോഗങ്ങൾ കുറഞ്ഞിട്ട് നമ്മള് സേഫ്റ്റി നാടെ ജേഴ്സി ഇരുജാതി. ഉഴുന്നന്തോട് കേരള പീഡ്സ്. വേറെ ഒന്നും ഞാൻ കൊടുക്കില്ല. കേരള പീഡ്സ് ഓൾറെഡി ഏത് കാലത്തും കേരള പീഡ്സ് കൊടുക്കില്ലേ. അത് വരെ മെയിൻ കിട്ടും. പയ്യകള് കേസൊക്കെ ആകുമ്പോ പയ്യ പാലളവ് കൂടും, പയ്യ് നാശാവും, ചുരുങ്ങും. ഇപ്പൊ ഏകദേശം എത്ര കൊല്ലായി? 25 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. വാപ്പായിട്ടുണ്ടായി തറവാട്ടില്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 25 വർഷം കഴിഞ്ഞു. 20 വർഷമായി.